എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുളയിലാണ്. അപ്പോൾ ആറന്മുളയിലാണെന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്ന്. അതെ, ആറന്മുള അമ്പലത്തിൽ സദ്യ ഉണ്ണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അമ്പലം. സത്യം പറഞ്ഞാൽ ഇവിടെ കയറാനുള്ള പാസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവസാനം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ അങ്കിളിനെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അങ്കിളിന് ഇവിടെ വർഷങ്ങളായിട്ട് വന്നുള്ള പരിചയമുണ്ട്. അപ്പം അങ്കിൾ ഇന്ന് നമുക്ക് സദ്യ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഹോപ്പും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക എങ്ങനെയാണെന്ന്. അതുപോലെ നിങ്ങൾ കാറിലൊക്കെ വരുന്നവരാണ് ശ്രദ്ധിച്ചോണം, പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വേണം നേരത്തെ വരാൻ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൂടെ എൻ്റെ കസിൻ അർജുനും ഉണ്ട്. അപ്പോൾ അവനും ഭയങ്കര ക്രേസ്. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ പത്തനംതിട്ടയിലുണ്ടായിട്ട് ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നാണം കേറും. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വള്ളസദ്യ വഴിപാടെന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമാണ്. ലോകത്തിലെ തന്നെ ഇത്രയും വിഭവങ്ങൾ, 64 വിഭവങ്ങൾ ഉള്ള ഒരു സദ്യ ആറന്മുള സദ്യയുടെ വള്ളസദ്യയുടെ പ്രത്യേകതയാണ്. ജൂലൈ മാസം തുടങ്ങി ഒക്ടോബർ 2-ന് അവസാനിക്കുന്ന 3 മാസ കാലയളവിൽ ഈ 52 കരകളിലും ലോകത്തിൽ തന്നെ പ്രസിദ്ധമാണ്. നമ്മൾ ശരിക്കും അമ്പലത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് വള്ളക്കാരെ സ്വീകരിക്കുന്നത്. ഇവർ വള്ളം ഇവിടെ അടുപ്പിച്ച് അകത്തേക്ക് സദ്യ കഴിക്കാൻ കയറും. അങ്ങനെയാണ്. അതിനുവേണ്ടി നോക്കി നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഒന്നും പറയാനില്ല, അടിപൊളി.